ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ സോഷ്യൽ സയൻസ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളം മീഡിയം നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ ദ ക്വസ്റ്റ്യൻ 1 and 2 ഈച്ച് ക്യാരീസ് 1 സ്കോർ. എന്താണ്? 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഓരോന്നിനും 1 മാർക്ക് വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ നിയോളിത്തിക് സൈറ്റ് എടക്കൽ ഈസ് ലൊക്കേറ്റഡ്. നിയോളിത്തിക് സൈറ്റായ എടക്കൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന്, ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നവീന ശിലായുഗ കേന്ദ്രമായ എടക്കൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? അതെ, നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലേ. ഏതാണ്? യെസ്, കേരള. കേരളത്തിലാണല്ലേ എടക്കൽ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? കേരള. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പിരമിഡ്സ് ആർ ടോംസ് വേർ mummies were preserved. Identify the civilization to which the pyramids are related. പിരമിഡ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? യെസ്, മമ്മികൾ സൂക്ഷിച്ചിരിക്കുന്ന ശവകുടീരങ്ങളാണ് എന്ത് പറയുന്നത്? യെസ്, എന്ത് പറയുന്നത്? പിരമിഡ് എന്ന് പറയുന്നത് അല്ലേ. പിരമിഡ്സ് ആർ ടോംസ് വേർ ദ മമ്മീസ് വേർ പ്രിസർവ്ഡ്. ഐഡൻറ്റിഫൈ ദ സിവിലൈസേഷൻ ടു വിച്ച് ദ പിരമിഡ്സ് ആർ റിലേറ്റഡ്. ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? പിരമിഡ്സ് ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? അതെ, ഏതാണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. അതായത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ആൻസർ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 3 to 6 ഈച്ച് ക്യാരീസ് 2 സ്കോർ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം. അതായത് ബുദ്ധമതത്തിൻ്റെ ഡിക്ലൈൻ മീൻസ് യെസ്, തകർച്ചയ്ക്കല്ലേ, തകർച്ചയ്ക്ക് കാരണമായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഫസ്റ്റ് വൺ എഴുതാം. ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആൻഡ് ഐഡിയോളജീസ് ഫെയിൽ ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ്. അതായത് എന്താണ്? രാജാക്കന്മാരുടെ പിന്തുണ ആരംഭത്തിൽ കിട്ടിയതുപോലുള്ളൊരു രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് കിട്ടാത്തത്. ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ആൻഡ് ഐഡിയോളജീസ് ഫെയിൽ ടു റിസീവ് മച്ച് സപ്പോർട്ട് ഫ്രം ദ ലേറ്റർ റൂളേഴ്സ്. ദെൻ ബുദ്ധിസം ലോസ് ഇറ്റ്സ് ഗ്രാൻഡർ വെൻ ഇറ്റ് വാസ് സ്പ്ലിറ്റ് ടു സെക്ട്സ്, ദ മഹായാന ആൻഡ് ദ ഹീനയാന. നമുക്കറിയാം എങ്ങനെയായിരുന്നു ഫസ്റ്റ് ബുദ്ധമതം. ബുദ്ധമതം എന്തായിട്ട് പിരിയുന്നുണ്ട്? ഹീനയാനം എന്നും മഹായാനം എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടതും എന്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി? യെസ്, ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ദെൻ ദ റിവൈവൽ ഓഫ് വേദിക് റിലീജിയൻ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ പ്രോഗ്രസ് ഓഫ് ബുദ്ധിസം. അതുപോലെ തന്നെ വൈദിക മതത്തിൻ്റെ പുനരുദ്ധാനവും എന്താണ്? ബുദ്ധിസത്തിൻ്റെ വളർച്ചയെ അഫക്റ്റ് ചെയ്തു. ദ റിവൈവൽ ഓഫ് വേദിക് റിലീജിയൻ അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ പ്രോഗ്രസ് ഓഫ് ബുദ്ധിസം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ കൺവെൻഷണൽ സിംബൽസ് ഇൻ മാപ്സ്. മാപ്സിൽ കണ്ടിട്ടുള്ള കൺവെൻഷണൽ സിംബൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കൂ. എന്താണ് ഫസ്റ്റ് വൺ? യെസ്, നമുക്കറിയാം ഏതാണ്? ബ്രിഡ്ജ് ആണല്ലേ. നെക്സ്റ്റ് യെസ്, ഗ്രേവ് യാർഡ് ആണല്ലേ. നെക്സ്റ്റ് ഗ്രേവ് യാർഡ്, അതായത് ഫസ്റ്റ് വൺ ബ്രിഡ്ജ് അഥവാ പാലമാണ്. ദെൻ നെക്സ്റ്റ് ഗ്രേവ് യാർഡ് അഥവാ ശവപ്പറമ്പാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ പ്രിക്വേഷൻ ടു ബി ടേക്കൺ പ്രിവെൻറ്റ് ഫ്ലഡ് ഫ്രം ബിക്കമിങ് എ ഡിസാസ്റ്റർ. അതായത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? വെള്ളപ്പൊക്കം ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറാതിരിക്കാൻ വേണ്ട പ്രിക്വേഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? യെസ്, ഇറ്റ് എസെൻഷ്യൽ ടു ക്രിയേറ്റ് എൻവിയോൺമെൻറ്റൽ അവയർനെസ് ഇൻ പീപ്പിളിൽ എന്താണ്? ജനങ്ങൾക്കൊരു എൻവിയോൺമെൻറ്റൽ അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണല്ലേ. ദെൻ മസ്റ്റ് ഗിവ് സയൻറ്റിഫിക് എൻവിയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ്. കുട്ടിക്കാലം മുതൽ തന്നെ എന്ത് ചെയ്യണം? എൻവിയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് മസ്റ്റാണ്, നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. ദെൻ ഈച്ച് വൺ ഓഫ് us bound to obey the existing rules. The side walls around the houses will be built by bio-fencing with a bush plan instead of this with bricks and cement. നമുക്കറിയാം ഇപ്പോൾ എങ്ങനെയാണ് വാളെന്ന് പറയുന്നത്. യെസ്, ബ്രിക്സ് കൊണ്ട് സിമെൻറ്റ് കൊണ്ടൊക്കെ അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ? ബ്രിക്സ് കൊണ്ട് സിമെൻറ്റ് കൊണ്ടൊക്കെ
വാൾ ഉണ്ടാക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? ബയോ ഫെൻസിങ്, അതായത് ജൈവവേലി കെട്ടണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം, ദ പീപ്പിൾ ഓഫ് കേരള മസ്റ്റ് ബി പ്രൊവൈഡ് വിത്ത് ദ അവയർനെസ് സ്കിൽ ടു ഗോ ഓൺ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ദെൻ വിത്തൗട്ട് കോസിങ് മച്ച് ഹാം ടു ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ബൈ such a culture we can check natural calamities from becoming severe disasters. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? ഈ പോയിന്റ്സ് എല്ലാം എഴുതുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്? സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സാമൂഹിക സംഘങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? യെസ്, പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ് അല്ലേ, കൂട്ടായ്മ വളർത്തുന്നു. അതുപോലെ തന്നെ എന്താണ്? ട്രെയിൻ ബിഹേവിയർ പാറ്റേൺസ്, പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു. ദെൻ പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, ദെൻ പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ് ആൻഡ് എൻഷുർ കോപ്പറേഷൻ. പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, ദെൻ പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ് ആൻഡ് എൻഷുർ കോർപ്പറേഷൻ. അതായത് സഹവർത്തിത്വം വളർത്തുന്നു, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്, ദെൻ ട്രെയിൻ ബിഹേവിയർ പാറ്റേൺസ്, ദെൻ പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ് ആൻഡ് എൻഷുർ കോർപ്പറേഷൻ. ഇതൊക്കെയാണ് എന്ത്? സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 3 questions ഫ്രം 7 to 10 ഈച്ച് ക്യാരീസ് 3 score. എന്താണ്? 3 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾ, 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതിൽ 7th ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഫംഗ്ഷൻ നമ്മളോട് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, ഫസ്റ്റ് വൺ നമുക്ക് എഴുതാം, അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. അതായത് എന്താണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ. ദെൻ അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. ദെൻ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റും നിയമിക്കൽ. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം, നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോകസഭ. ലോകസഭയിലേക്ക് 2 മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെയും നോമിനേറ്റ് ചെയ്തത് ആരാണ്? യെസ്, പ്രസിഡന്റ് ആണ്. ദെൻ ആക്ട് ആസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം, ഗിവ് അസെന്റ് ടു ബിൽ പാസ്ഡ് ബൈ ദ പാർലമെന്റ്. പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ. ദെൻ ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്. രാജ്യത്ത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ദെൻ ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻ. അതുപോലെ തന്നെ എന്താണ്? ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. അപ്പോൾ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫങ്ഷൻസ് എന്താണ്? യെസ്, അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, ദെൻ അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, ദെൻ നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, ദെൻ ആക്ട് ആസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്, ദെൻ ഗിവ് അസെന്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്, ദെൻ ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്, ദെൻ ലാസ്റ്റ് ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻ. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. നിർബന്ധമായും കൂട്ടുകാർ പഠിച്ചു വയ്ക്കുക, തീർച്ചയായും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണിത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ ഷോയിങ് ദ ഡെവലപ്മെൻറ്റ്സ് ഒക്വേർഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ഗുപ്ത പീരീഡ്. റൈറ്റേഴ്സും നൽകിയിട്ടുണ്ട്, ബുക്സും നൽകിയിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് നോക്കൂ, വിശാഖദത്ത ബുക്ക് ഏതാണ്? അതെ, മുദ്രരാക്ഷസിയാണല്ലേ, മുദ്രരാക്ഷസം. ദെൻ നെക്സ്റ്റ് നോക്കാം, അഭിജ്ഞാന ശാകുന്തളം. ആരാണ് കൂട്ടുകാരെ റൈറ്റർ? ആരാണ്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്. യെസ്, കാളിദാസ. ദെൻ നെക്സ്റ്റ് എന്താണ്? ആര്യഭട്ട. റൈറ്റർ നൽകിയിട്ടുണ്ട്, ബുക്ക് നമ്മൾ എഴുതണം. ഏതാണ് ബുക്ക്? ആര്യഭട്ട. യെസ്, ആര്യഭടീയം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ബുക്ക് നൽകിയിട്ടുണ്ട്, അമരഘോഷ. റൈറ്റർ ആരാണ്? യെസ്, അമരസിംഹൻ. അപ്പോൾ എ കാളിദാസ, ബി ആര്യഭടീയം, സി അമരസിംഹ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 3 ഒബ്ജക്റ്റീവ് ഓർ ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ, ഏതെങ്കിലും 3 ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും 3 ലക്ഷ്യങ്ങളല്ലേ. നമുക്ക് എന്തൊക്കെ എഴുതാം? ഇക്വിറ്റി അതായത് എന്താണ്? തുല്യത അല്ലേ, ഇക്വിറ്റി. ദെൻ ഗ്രോത്ത്, വളർച്ച. അതുപോലെ തന്നെ എന്താണ്? യെസ്, സെൽഫ് റിലയൻസ്. ദെൻ മോഡേണൈസേഷൻ. സെൽഫ് റിലയൻസ് മീൻസ് യെസ് സ്വാശ്രയത്വം. ദെൻ ആധുനികവൽക്കരണം. ഇക്വിറ്റി,
ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ. ഏതെങ്കിലും 3 ലക്ഷ്യങ്ങളെ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും മൂന്ന് ലക്ഷ്യങ്ങൾ കൂട്ടുകാർ എഴുതുക. ദെൻ 10th ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നീതി ആയോഗ്? നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ നമുക്ക് എഴുതാം. യെസ്, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? യെസ്, പ്രൈം മിനിസ്റ്റർ ആണ്. ദ ഗവേണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ്, ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് എ വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ആരൊക്കെയാണുള്ളത്? എല്ലാ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അതുപോലെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ എന്താണ്? 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഴുതാം. ദ ഗവർണർ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് വൈസ് ചെയർമാൻ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. In addition to full members, there are 2 part-time members and 4 ex-officio members and chief executive officer. Then temporary members are selected from the leading universities and research institution. Temporary members എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്? യെസ്, ലീഡിംഗ് യൂണിവേഴ്സിറ്റീസിനും അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമാണ്. The Prime Minister deputes 4 cabinet ministers as ex-officio members. The chief executive officer is appointed by the പ്രൈം മിനിസ്റ്റർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണത് യെസ് പ്രൈം മിനിസ്റ്റർ ആണല്ലേ. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. എന്താണ്? ആൻസർ ഇനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 15 ഈച്ച് ക്യാരീസ് 4 സ്കോർ. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അതിന് ഉത്തരം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ വെറ്റ്ലാൻഡ്സ്? എന്താണ് തണ്ണീർത്തടങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് തണ്ണീർത്തടങ്ങൾ? യെസ്, നമുക്കറിയാം. എന്താണ്? യെസ്, വെറ്റ്ലാൻഡ്സ് ആർ നാച്ചുറൽ സിങ്ക്സ് സർഫേസ് വാട്ടർ. എന്താണ്? വെറ്റ്ലാൻഡ്സ് ആർ നാച്ചുറൽ സിങ്ക്സ് ഓഫ് സർഫേസ് വാട്ടർ. അതായത് ഉപരിതല ജലം, സർഫേസ് വാട്ടർ സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് എന്ത്? വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. എന്തെഴുതാം? പാഡി ഫീൽഡ്സ്, പോൺസ്, സ്വാമ്പി റീജിയൻസ്, ഓൾ ലോ ലയിങ് റീജിയൻസ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ലോലാൻഡ്സ്. ഏതൊക്കെയാണ് വരുന്നത്? പാഡി ഫീൽഡ്സ്, അതായത് ചതുപ്പ് നിലങ്ങൾ, വയലുകൾ, കുളങ്ങൾ തുടങ്ങി എല്ലാ താഴ്ന്ന പ്രദേശങ്ങളിലും എന്തിൽ ഉൾപ്പെടുന്നു? യെസ്, വെറ്റ്ലാൻഡ്സിൽ ഉൾപ്പെടുന്നു അല്ലേ. തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടും. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ് ബി ക്വസ്റ്റ്യൻ? എന്താണ്? മെൻഷൻ ദ എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ് കോസ്ഡ് ബൈ ദ റിക്ലമേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. അതായത് തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? യെസ്, നമുക്ക് എഴുതാം. ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ്. എന്താണ്? കിണറുകളിലെ ജലനിരപ്പ് എന്താവും? താഴുമല്ലേ. ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ്. അതുപോലെ തന്നെ എന്താണ്? ഫ്ലഡ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈഡ് റൈൻസ്. എന്താണ്? ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ദെൻ ഫ്ലഡ്സ് ബിക്കെയിം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈഡ് റൈൻസ്. സ്ലൈഡ് റൈൻസിൽ പോലും എന്താണ്? ഫ്ലഡ് ഉണ്ടാകുന്നു അല്ലേ. ഫ്ലഡ് അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അപ്പോൾ ഈ 2 പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ് കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ഐറ്റംസ് ഇൻ കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി. കോളം എയും കോളം ബിയും തമ്മിൽ അപ്രോപ്രിയേറ്റ് അനുയോജ്യമായ രീതിയിൽ നമ്മളോട് യോജിപ്പിക്കാനാണ്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമുക്ക് നൽകിയിട്ടുള്ളത്? ലെയേഴ്സ് ആണല്ലേ. ഏതൊക്കെയുണ്ട്? ട്രോപ്പോസ്ഫിയർ നൽകിയിട്ടുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ഉണ്ട് അല്ലേ. ദെൻ ബി നോക്കൂ, ഓസോൺ ലെയർ. ദ മെറ്റേഴ്സ് ഗെറ്റ് ബേൺ ഔട്ട്. ദെൻ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ദെൻ ക്ലൗഡ് ഫോർമേഷൻ.
അപ്പോൾ ട്രോപ്പോസ്ഫിയർ ഏതായിരിക്കും വരിക? യെസ്, ട്രോപ്പോസ്ഫിയർ ക്ലൗഡ് ഫോർമേഷൻ ആണല്ലേ, അതായത് മേഘ രൂപീകരണമാണ്. ദെൻ സ്ട്രാറ്റോസ്ഫിയർ, യെസ്, ഓസോൺ ലെയർ ആണ് അല്ലേ. ഓസോൺ ലെയർ കാണപ്പെടുന്ന പാളി ഏതാണ്? അതേ, സ്ട്രാറ്റോസ്ഫിയർ ആണ്. ദെൻ മെസോസ്ഫിയർ, യെസ്, ദ മെറ്റീരിയൽസ് ഗെറ്റ് ബേൺ ഔട്ട്, അതായത് എന്താണ്? ഉൽക്കകൾ കത്തി ചാരമാകുന്നു. Then thermosphere, yes, helps in the transmission of radio waves. Thermosphere helps in the transmission of radio waves. എന്താണ്? ആ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ 13th question. Explain the impact of flood that occurred in Kerala during 2018. എന്താണ് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളത്? യെസ്, 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിൻ്റെ ആഘാതങ്ങൾ വിശദീകരിച്ച് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. The rains that lashed Kerala between June 2018 and August 2018 were much more than the normal. എന്താണ്? യെസ്, ജലസംഭരണിയിലെ ക്രമീകരണം 2018 ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് 19 വരെ മഴയെ തുടർന്ന് ജലസംഭരണികളിലേക്ക് ഉണ്ടായ നീരൊഴുക്ക് സംഭരണികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നല്ലേ. ദെൻ എഴുതാം, ദ ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ ഫ്ലഡ്സ് ഇൻ 2018 നെവർ റിയലി എസ്റ്റിമേറ്റഡ്. ഇറ്റ് ഹാഡ്സ് ഇറ്റ്സ് ഡിസാസ്റ്റീവ് എഫക്റ്റ് ഓൾ ദ സെക്ടേഴ്സ് അല്ലേ, എല്ലാ സെക്ടേഴ്സിലും ഉണ്ടാക്കിയല്ലോ. ദെൻ ഇറ്റ് ടുക്ക് എവേ 100 of lives. The land, environmental as well as the life forms including man were subjected to flood. The agriculture sector was wholly affected by the floods. എന്താണ്? അണക്കെട്ടുകളൊക്കെ തുറന്നു. അതുപോലെ തന്നെ എന്താണ്? മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെ എന്താണ്? പെയ്ത മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെ ഇടയാക്കി. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലെ 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിൻ്റെ ആഘാതങ്ങളെ വിശദീകരിച്ച് എഴുതുക. ദെൻ 14ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഫസ്റ്റ് നമ്മൾ നൽകിയിട്ടുള്ള എന്താണ്? സോഷ്യൽ കൺട്രോൾ ആണല്ലേ, സോഷ്യൽ കൺട്രോൾ. ദെൻ നോക്കൂ, ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും വരിക? എന്തായിരിക്കും ഫോർമൽ സോഷ്യൽ കൺട്രോൾ? യെസ്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലേ. ദെൻ റിലീജിയൻ, പിയർ ഗ്രൂപ്പ്, ദെൻ എന്താണ്? പോലീസ്. ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ പോലീസും മിലിറ്ററി പ്രിസണും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? മെൻഷൻ ദ ഇൽ ഇഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും കൊടുത്തിട്ടുള്ളത്? യെസ്, വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? എന്താണ് ജലമലിനീകരണം? അതുപോലെ തന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? മെൻഷൻ ദ ഇൽ ഇഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, അതായത് ദൂഷ്യഫലങ്ങൾ അല്ലേ. വാട്ടർ പൊല്യൂഷൻ്റെ ദൂഷ്യഫലങ്ങളും മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വാട്ടർ പൊല്യൂഷൻ എന്താണെന്ന് എഴുതാം. ദ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഈസ് ടേംഡ് ആസ് വാട്ടർ പൊല്യൂഷൻ. എന്താണ്? ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് എന്ത്? യെസ്, ജലമലിനീകരണം. ദ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ഈസ് ടേംഡ് ആസ് വാട്ടർ പൊല്യൂഷൻ. ദെൻ എന്തെഴുതാം? വാട്ടർ പൊല്യൂഷൻ നോട്ട് ഓൺലി എഫക്ട്സ് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ but leads to the pollution of land and air as well. The survival of plants and animals are put to danger. എന്താണ്? ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണ്? ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് അല്ലേ. ദെൻ മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് എന്താണ്? യെസ്, അപകടത്തിലാക്കുന്നു. ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ പുട്ട് ടു ഡേഞ്ചർ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ ജലമലിനീകരണം എന്നാൽ എഴുതുക, ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങളും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 16 and 17 can you 5 score each answer any one എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 15, 16 അതായത് 16, 17 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് വീതമാണ്? 5 മാർക്ക് വീതമാണ്. ഏതെങ്കിലും ഒന്നിന്, അതായത് കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16 ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ 3-tier സിസ്റ്റം ഇൻ പഞ്ചായത്ത് ഇൻ ലോക്കൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്?
അതായത് പ്രാദേശിക വികസനത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക് വിശദീകരിച്ച് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്രാദേശിക വികസനത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക് വിശദമാക്കുക. Okay, first ചെയ്താൽ ഗ്രാമപഞ്ചായത്ത്. The local development needs are discussed at the Grama Sabha at the village level. The demands generated are complied and presented in the form of plans. The next വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ആണല്ലേ. The project submitted by panchayat and listed submitted to district panchayat on the basis of preference, then district panchayat. The project submitted by the block panchayat is examined by the district level planning committee to give approval. Then projects will be handed over to the state planning ബോർഡ്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാം ത്രീ ടയറിൽ ഏതാണ് വരുന്നത്? ഗ്രാമപഞ്ചായത്ത് വരുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ സർഫേസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? യെസ്, ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് നമ്മളോട് വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ അതിൽ എഴുതാം? യെസ്, കൺസർവേഷൻ ഓഫ് വെറ്റ് ലാൻഡ്സ് അല്ലേ, തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, വനങ്ങൾ നിലനിർത്തുക. ദെൻ ടെറസ് ഫാമിംഗ്. അതുപോലെ തന്നെ എന്താണ്? construction of check dams, then construction of mud walls and digging rainwater percolation pits അല്ലേ. അതായത് എന്താണ്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണങ്ങൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. എന്താണ്? ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ. ഇതൊക്കെ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.